BLAമാരുടെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും യോഗം വിളിക്കാൻ BLOമാർക്ക് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് BLOമാർക്ക് നിർദ്ദേശം നൽകിയത്. പരിശോധിച്ചുറപ്പിക്കാൻ കഴിയാത്ത വോട്ടർമാരെ കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായവും തേടാം. തിരിച്ചറിയാൻ കഴിയാത്ത 51,085 വോട്ടർമാരാണ് നിലവിലുള്ളത്. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, SIRന്റെ ഇതുവരെയുള്ള പുരോഗതിയാണ് ഈ അർത്ഥത്തിൽ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതുവരെ എത്ര കണ്ട് വോട്ടർമാരിൽ നിന്ന് ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ BLOമാർക്ക്? ഇപ്പോൾ BLOമാരുടെ യോഗം വിളിച്ചു ചേർക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയുള്ള പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതുവരെ 97% ഫോമുകൾ വിതരണം ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തുവിട്ട കണക്ക് പ്രകാരം പറയുന്നത്. ഇത് ഫോം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കണക്കാണ്. ഡിജിറ്റലൈസേഷൻ, ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ BLOമാർക്ക് ഇനിയും ബാക്കിയുണ്ട്. അതിൽ സ്ഥലം മാറിയവർ, മരിച്ചവർ, ഇരട്ടിപ്പുള്ളവർ, ഇവരുടെ വിവരങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇവരുടെ വിവരങ്ങൾ കണ്ടെത്തുറപ്പിക്കലാണ് BLOമാരെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യം എന്ന് പറയുന്നത്. ഇതിന് സഹായകരമാവുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ഒരു യോഗം സംയുക്തമായി എല്ലാ BLOമാരും വിളിച്ചു ചേർക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിലെ ഡിജിറ്റലൈസേഷൻ കണക്ക് പ്രകാരം 51,085 പേരാണ് ഇത്തരത്തിൽ BLOമാർക്ക് പരിശോധിച്ച് ഉറപ്പിക്കാൻ കഴിയാത്ത വോട്ടർമാരുള്ളത്. ഇത് ആകെ എണ്ണത്തിന്റെ 0.5% താഴെയാണ്. ഇത്തരത്തിലുള്ള വോട്ടർമാരെ കണ്ടെത്താൻ പ്രാദേശികപരമായ രാഷ്ട്രീയക്കാർക്കും ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും കഴിയും എന്ന രീതിയിലും BLOമാർക്ക് ഇത് സഹായകരമാവും എന്ന വിധത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടൊക്കെ BLOമാർ വലിയ പരാതി പറയുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരുടെ ജോലി സമ്മർദ്ദം കുറക്കാനും ഇത്തരത്തിലുള്ള ഈ കണക്കുകളെ കണ്ടെത്താനും അവർക്ക് സഹായകരമാവുന്ന തരത്തിലൊരു യോഗം വിളിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പരമാവധി രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗങ്ങളോട് സഹകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഇത്തരത്തിൽ യോഗം വിളിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സൈഫു, അമൃത.